ഇന്ന് മേടം 1. മേടം 1 എന്ന് പറയുന്ന വളരെ ഓസ്പിഷ്യസ് ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്, സംക്രാന്തി. ഈ സംക്രാന്തി ദിവസം ഒരു പ്രാർത്ഥന പോലെ എല്ലാ വർഷവും നമ്മൾ സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിക്കാറുമുണ്ട്. ചിലപ്പോൾ 8 മണിയൊക്കെ ആവും, എന്നാലും അങ്ങനെ ചെയ്യാറില്ല. ഇന്ന് കൃത്യസമയത്ത് തന്നെ നമുക്കിത് നടത്താൻ സാധിച്ചു എന്നുള്ളതിന് സംഘാടകരെ വീണ്ടും അഭിനന്ദിക്കുകയാണ്. വിഷു, ഞാൻ പറഞ്ഞതുപോലെ വിഷു എന്ന് പറഞ്ഞാൽ വ്യാപിക്കുന്നത്, തുല്യമായി വ്യാപിക്കുന്നത് എന്നുള്ള അർത്ഥമാണ്. പകലും രാത്രിയും ഏകദേശം ഒരുപോലെ വരുന്ന ഒരു ദിവസമാണ് ഇക്വിനോക്സ് എന്നൊക്കെ പറയുക. അതായത് രാത്രിയും പകലും തുല്യമായി ആണ് വിഷു സമയത്തൊക്കെ വരിക. സൂര്യൻ കൃത്യമായിട്ട് കിഴക്കുദിക്കുന്നതാണ് 10-ാം ഉദയത്തിന്. അപ്പോൾ അങ്ങനെയുള്ള ഈ വിഷു ഓണം പോലെ തന്നെ പ്രമുഖമാണ്. ഓണക്കാലത്ത് നെല്ലാണ് അല്ലെങ്കിൽ അതുപോലുള്ള വിളവെടുപ്പാണെങ്കിൽ വിഷുക്കാലത്ത് പച്ചക്കറിയൊക്കെ ആണെന്നുള്ളതേ ഉള്ളൂ. വിഷുക്കാലത്ത് ഇവിടെ ഞാനൊക്കെ നമ്മളുടെ വീട്ടിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ വൃശ്ചിക മാസത്തിൽ വിതച്ച് മീനമാസത്തിൽ കൊയ്യുന്നതായിരുന്നു. എന്തായാലും വിഷു ആകുമ്പോഴത്തേക്കിന് നെല്ലറ നിറഞ്ഞ് നല്ല ഒരു സന്തോഷം അന്നൊക്കെ കളിയാടിയിരുന്നു. ശാർങ്ങക്കാവിലമ്മയുടെ തിരുനാളായിട്ടൂടെയാണ് വിഷു അറിയപ്പെടുന്നത്. ഇവിടുത്തെ ഉത്സവം ദേശപ്പെരുമ ഉള്ളത് തന്നെയാണ്. ഇവിടെ ഒരുപാട് പ്രത്യേകതകളുള്ള ഉത്സവമാണ്. അവിടെ അമ്പലത്തിൽ ഇന്ന് വൈകുന്നേരം സന്ധ്യയ്ക്ക് ദീപാരാധന തുടങ്ങിയാൽ ആ സമയം തൊട്ട് അതിൻ്റെ അനുഷ്ഠാനങ്ങൾ തുടങ്ങി മറ്റന്നാൾ വെളുപ്പിന് എഴുന്നള്ളത്തോടുകൂടി ആ കാര്യങ്ങളൊക്കെ, ദേവിയുടെ കാര്യങ്ങളൊക്കെ തൽക്കാലം സമാപിക്കും. പിന്നീട് അന്ന് ഉച്ചയ്ക്ക് ഒരു പൂജയും, രാവിലെയുള്ള പൂജ ഉച്ചയാവും. അത് ഇവിടുന്ന് അങ്ങോട്ട്, ഇവിടെ ഭഗവതി എഴുന്നള്ളത്ത് കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 12 മണിയോടുകൂടി അമ്പലത്തിലേക്ക് എഴുന്നള്ളിക്കും. ഇപ്രാവശ്യം ഒരു ഗുരുതി പണ്ട് നടന്നിരുന്നതാണ്, അത് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശമുണ്ട്. അപ്പോൾ അതോടുകൂടി എല്ലാ കാര്യങ്ങളും മംഗളമാകും. പിന്നീട് ആറ്റുവായുടെയും വെൺമണിയുടെയും വേലത്തേര്, അത് വേറെ എങ്ങും ഉള്ളതല്ല. 3 കൂടാരമുള്ള അച്ചുതണ്ടിൽ കറക്കാവുന്ന വേലകളി നടത്തുന്ന വേലത്തേര്, അത് വേറെ എങ്ങുമില്ല. ചെട്ടികുളങ്ങരയൊക്കെ അങ്ങനെ എങ്ങും, ഓണാട്ടുകരയിലെ ഇവിടെ മാത്രമുള്ള ഒരു സംഗതിയാണത്. അതുപോലെ പുന്തലയും എടപ്പോണുമുള്ള കുതിര എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ മനസ്സിൽ കാണുന്ന കുതിരയല്ല, അതെല്ലാവർക്കും അറിയാം. എങ്കിലും അങ്ങനെയുള്ള, അതുപോലെ കാള, പിന്നീടുള്ള ഓരോ കെട്ടുരുപ്പടികൾ, ഇതെല്ലാം കൂടി ഈ കളം നിറയാനുള്ള സൗകര്യമുള്ള ഒരേ ഒരു സ്ഥലമാണ് ശാർങ്ങക്കാവ്. ബാക്കിയുള്ളിടത്തൊക്കെ നിലം നികത്തിയൊക്കെയാണ് ചെയ്യുന്നത്. ഇവിടെ ശരിക്കും യുദ്ധമുറയിലുള്ള ചടുലതയാർന്ന ചുവടുകളോടുകൂടി വേല കളിക്കുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പം ഇങ്ങനെയുള്ള പ്രത്യേകതകൾ ധാരാളമുള്ള ഈ വിഷു ഉത്സവം വളരെ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് കൂട്ടായ ശ്രമം ആവശ്യമാണ്. വഴക്കൊന്നുമില്ലാതെ ഒരുമയോടുകൂടി ഒത്തൊരുമയായി പ്രവർത്തിക്കാനുള്ള മനസ്സ് ഉണ്ടാകണേ ഭഗവതി എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ വേണ്ടത്. പിന്നെ കൃത്യസമയം പാലിക്കണം. സംക്രാന്തിക്ക് മഴ പെയ്താൽ വിഷുവിന് പെയ്യില്ല. ഇതിപ്പോൾ സംക്രാന്തിക്കും വിഷുവിനും മഴയൊന്നും പെയ്യാതെ തെളിഞ്ഞ അന്തരീക്ഷം, ചൂട് ഒരുപാട് വേണമെന്നല്ല, ഇതുപോലുള്ള ഒരു കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് നല്ല സുഖമായി. അപ്പോൾ എല്ലാവരും അവരവരുടെ ആരോഗ്യം ശ്രദ്ധിച്ച് അവരവരുടെ പരിസ്ഥിതി നോക്കി ഇവിടെ വന്ന് ഉത്സവത്തിൽ മുഴുവൻ പങ്കെടുത്ത് ആമോദം ആയി കഴിയാനുള്ള ഇടവരട്ടെ. ഈ അടുത്ത ഒരു വർഷക്കാലവും വരുന്ന കാലങ്ങളിലുമൊക്കെ നിങ്ങൾക്ക് എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ. ഹാപ്പി വിഷു. പേപ്പറുണ്ടോ?
ഇതെന്താ റാഗിപ്പൊടിയാണോ? ഷുഗർ കുറയ്ക്കാനോ? ബെല്ല അതന്നെ അദ്ദേഹം പറഞ്ഞു. നല്ല വാട ഊറ്റമ്പറി നല്ല വിചാരിച്ചു നല്ല ഏഴ് വാട മുറിയുന്നു. അന്യായ വില എടുക്കുന്നുണ്ടോ? അന്യായ വില എടുക്കുന്നത് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം സാധിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിന് നല്ല രീതിയിൽ ഈ ഭരണസമിതി ഞങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ട്. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ സമിതി പ്രസിഡന്റ് ശ്രീ ബാലചേട്ടൻ സ്വാഗതം ആശംസിച്ച സമിതിയുടെ സെക്രട്ടറി അജിത് ചേട്ടൻ, ഉദ്ഘാടകൻ ഒപ്പം ഉച്ചപ്രഭാഷണം നടത്തിയ ക്ഷേത്രമാനയും ട്രസ്റ്റി അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ അധ്യക്ഷനും അതുപോലെ തറപ്പിരിവ് അല്ല ഈ പിരിക്കുന്ന അത് അവിടുത്തെ കച്ചവടം ഇവിടെ കച്ചവടം കുറയുമല്ലോ. അപ്പോൾ എഴുതി കൊടുത്തിട്ട് പ്രതിജ്ഞ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി സമിതിയുടെ ജോയിന്റ് സെക്രട്ടറി ശ്രീമാൻ ശ്രീജിത് കുമാർ അവരെ ക്ഷണിക്കാം.